കേരള നവീകരണ യാത്രയ്ക്ക് അങ്കമാലിയുടെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുകയാണ്. KCYM പ്രസ്ഥാനം ഏറെ കരുത്താർജിച്ച വളരെ ക്രിയാത്മകമായ നിരവധി പ്രവർത്തനങ്ങൾക്കും പ്രചരണ പരിപാടികൾക്കുമൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മണ്ണാണ് അങ്കമാലിയുടേത് എന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ പറയുകയാണ്. ഇവിടെ വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന KCYM-ന്റെ ഈ അതിരൂപതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തകർ, അതുപോലെ സദസ്സുള്ളവരുമൊക്കെ ഈ കാലങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം കൊടുക്കുകയും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു KCYM-ന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തില് ഒരു സംസ്ഥാന തല യാത്ര സംഘടിപ്പിക്കുവാനായിട്ട് KCYM സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും ഇത്രയും വിപുലമായ ഒരു യാത്രയുമായി ഇവിടെ കടന്നു വരികയും ചെയ്തിരിക്കുന്നു. ഒരു സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ കടമ്പകളും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നന്നായി ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി യാത്രകളുടെ ഭാഗമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് KCYM തയ്യാറായി എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. KCYM-ന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇത്രയും വലിയൊരു യാത്രയുമായി കടന്നു വന്നത്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ യുവത്വം അഭിമുഖീകരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ യാത്ര കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ടിറ്റോ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയുടെ വ്യാപനം തന്നെയാണ്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിനെ കുറിച്ച് ലഹരിയുടെ തലസ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തില് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 മാത്രം ഏകദേശം 27,000-ൽ പരം NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഏകദേശം 90,000-ഓളം NDPS കേസുകൾ മാത്രം. മയക്കുമരുന്ന് കേസാണ് ഞാൻ പറയുന്നത്. അപ്പോ അതിന് മുൻപത്തെ ഒരു 4 വർഷം എടുത്ത് പരിശോധിച്ചാൽ അതിൽ നിന്നും ഏകദേശം 130% വർധനവാണ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമ്മൾ സാധനം ഓർഡർ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിട്ടും. ഇന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നും വിചാരിക്കേണ്ട, മയക്കുമരുന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇന്ന് കേരളത്തിൽ എവിടെയും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും കിട്ടുന്നതിനേക്കാൾ വേഗതയിൽ മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ലഭിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എവിടെയും കിട്ടും, അങ്കമാലിയിൽ കിട്ടും, നെടുമ്പാശ്ശേരിയിൽ കിട്ടും. ഇത് കേരളത്തിലെ ഏത് പഞ്ചായത്തിലും ഇന്ന് വ്യാപകമായി ലഭിക്കുന്ന അത്ര സുലഭമായിട്ടുള്ള ഒരു വസ്തുവായി ഇന്ന് മയക്കുമരുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിന്റെ കേസുകൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെയൊക്കെ അടുത്ത് വരുന്ന ഓരോ കേസുകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ അത് മാധ്യമങ്ങളിലൊക്കെ വരുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പല കേസുകളും നമുക്ക് പുറത്തു പറയാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കേസുകൾ പലതും നമ്മുടെയൊക്കെ അടുത്ത് ആളുകൾ ഓരോ പരാതികളായിട്ട് വരുന്നുണ്ട്. അത്രയധികമായിട്ട് ഈ പ്രശ്നം നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരെയും ഏറെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ KCYM പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രചരണ പരിപാടി എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ ഈ വിപത്തിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ നമുക്ക് സാധിക്കണം. നമ്മൾക്ക് ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ.
അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായി ഈ സാമൂഹിക വിപത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി വേണം. ഒരു കാലഘട്ടത്തിൽ ഇതൊരു സാമൂഹിക പ്രശ്നമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നയാളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ പറയും, ഇന്ന് മയക്കുമരുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമാണ് ഇന്ന് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് അക്രമങ്ങളുടെയും ഏത് കൊലപാതകം എടുത്ത് പരിശോധിച്ചാലും കണക്കുകൾ ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിയമസഭ ഞങ്ങൾക്ക് കൃത്യമായി പോലീസിന്റെ കണക്കാണ്. പോലീസിന്റെ കണക്കനുസരിച്ച് ഈ വർഷം, അതായത് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 2 മാസങ്ങളിൽ കേരളത്തിൽ നടന്ന 60 കൊലപാതകങ്ങളിൽ 32 കൊലപാതകങ്ങൾ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലായി. 2 മാസത്തിൽ നടന്ന 60 കൊലപാതകത്തിൽ 32 കൊലപാതകം മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ്. കൊലപാതകങ്ങളുടെ കണക്കാണ്, മറ്റ് അക്രമങ്ങളുടെ കണക്കെടുത്താൽ അതിനപ്പുറത്താണ്. അപ്പോൾ അത്രയും വലിയ ഒരു പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും KCY പോലുള്ള സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഈ മേഖലയിലെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങൾ, കേരളത്തിന്റെ ഒരു വികസന രേഖ തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ, നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ നമ്മുടെ നാടിന്റെ യുവത്വം അതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളതിൽ പൂർണ്ണമായും പങ്കാളികളാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇവിടെ ഡിറ്റോച്ചൻ സൂചിപ്പിച്ചു, ഞാൻ സംസ്ഥാന സെനറ്റിൽ, അർദ്ധവാർഷിക സെനറ്റിൽ ഞാൻ പറഞ്ഞത് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ്. യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞു, ചില സ്ഥലങ്ങളിലെങ്കിലുമൊക്കെ ചില ആളുകൾ പറയും രാഷ്ട്രീയത്തിലേക്ക് പോകരുത്, നമുക്ക് പറ്റിയ പണിയല്ല, കുടുംബത്തിൽപ്പെട്ടവർക്ക് പറ്റിയ പണിയല്ല എന്ന് ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമാണ് കുഴപ്പമെന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് വിമർശിച്ചിട്ട് കാര്യമില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് കടന്നു പോയാലും അവിടെയൊക്കെ നമുക്ക് കുറ്റങ്ങളും കുറവുകളും കാണിക്കാനുണ്ടാവും. നിങ്ങൾ മാധ്യമ രംഗത്തേക്ക് കടന്നു പോയിക്കോ, കുറ്റങ്ങളും കുറവുകളും കാണിക്കാനുണ്ടാവും. നിങ്ങൾ ബിസിനസ് രംഗത്ത് പോയോ, നിങ്ങൾ അക്കാഡമിക്സിൽ പോയിക്കോളൂ. നിങ്ങൾ അക്കാഡമിക്സിൽ പോയാൽ നിങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും കാണാനുണ്ടാവും. നിങ്ങൾ ബിസിനസ്സിൽ കടന്ന് ഏത് മേഖലയിൽ പോയാലും അവിടെയൊക്കെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന, ഉയർത്തി കാണിക്കുന്ന മാതൃകകളും ഒക്കെ ഉണ്ടാവും. രാഷ്ട്രീയത്തിലും ഉണ്ടാവും, നല്ലവരും ഉണ്ടാവും, ചീത്തയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. നാടിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല രാഷ്ട്രീയമാകുമ്പോൾ ആ രാഷ്ട്രീയം എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ആ രാഷ്ട്രീയത്തോട് നമ്മൾ മുഖം തിരിച്ചു നിന്നാൽ അവിടെ കടന്നു വരുന്നത് മറ്റു പല ആളുകളുമായിരിക്കും. പിന്നെ നമ്മളിരുന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ശബ്ദം, ഇത് ജനാധിപത്യ സംവിധാനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. ഇവിടെ ജനാധിപത്യ അവകാശങ്ങളെ സംബന്ധിച്ച് ഈ യാത്രയുടെ ഭാഗമായി പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു വോട്ടാണ്. ഈ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഗൗതം അദാനിക്കും മുകേഷ് അംബാനിക്കും പ്രധാനമന്ത്രിക്കും റോജി എം ജോണിനും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു വോട്ടാണ്. നമ്മുടെ ആ ഒരു വോട്ടാണ് ഈ നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു വോട്ട് ഭാവി നിർണ്ണയിക്കുമെങ്കിൽ ആ ഭാവി എന്താണെന്നും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കാളികളാണ്. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ മോഡിലേക്ക് നമ്മുടെ നാട് മാറി ഇതിനോടകം തന്നെ. കാരണം പഞ്ചായത്ത്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്, ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിലെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ യുവജനങ്ങളുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാധ്യമരംഗമായാലും സിനിമാ മേഖലയായാലും ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ യുവജനങ്ങളുടെ വലിയ ഒരു കടന്നുകയറ്റം നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ ഒരു കടന്നുകയറ്റം നമ്മുടെ രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലേക്ക് വളർന്നു വരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച, ഇന്ന് നമ്മുടെ നാട്ടില് വലിയ തോതിൽ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ ആക്രമണങ്ങളുണ്ട്.
അത് കേരളത്തിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത് വലിയൊരു പ്രശ്നമായി നമുക്ക് തോന്നി എന്ന് വരില്ല. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, അത് ക്രൈസ്തവ ന്യൂനപക്ഷമായിരിക്കാം, മുസ്ലിം ന്യൂനപക്ഷമായിരിക്കാം, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ സേഫാണ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഇരുന്നാൽ അത് അധികം കാലം നമ്മൾ സേഫ് ആയിരിക്കില്ല എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. അത് ഛത്തീസ്ഗഡിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഡീഷയിൽ നടന്നാൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ നടക്കുന്നു, അതുകൊണ്ട് ഇത് നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഈ രാജ്യത്ത് നടക്കുന്ന ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് എന്ന ബോധ്യം, ആ തിരിച്ചറിവും നമ്മളെ മുന്നോട്ട് നയിക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മലയോരവും കേരളത്തിന്റെ കടലോരവും, ഈ രണ്ട് മേഖലകളും വലിയ അരക്ഷിതാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ അങ്കമാലി നിയോജകമണ്ഡലം, അങ്കമാലി ടൗണിലാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ലായിരുന്നു നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നും. ഇവിടെ അങ്കമാലി നിയോജകമണ്ഡലത്തിന്റെ നിരവധി പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകൾ മലയോര മേഖലയാണ്, വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. ആ മലയോര മേഖലകളിൽ ഒന്നും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വന്യജീവികളുടെ ആക്രമണം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആനയൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ പറയും, പണ്ടൊക്കെ ആന ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരുന്നത്, കുടുംബത്തോടെ ആന വന്നുകൊണ്ടിരിക്കുന്നത്, ചിലത് കൂട്ടുകുടുംബമായിട്ട് ആന വന്നുകൊണ്ടിരിക്കുന്നത്, 10, 12, 15 ആനയൊക്കെ വരുന്നത്. ആന വന്ന് കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്നു. ആന മാത്രമല്ല, ഇന്ന് പലപ്പോഴും ആളുകൾ നമ്മൾ വാർത്തയാവുന്നത് ആന ആരെയെങ്കിലും ആക്രമിക്കുകയോ മനുഷ്യന് എന്തെങ്കിലും അപകടം പറ്റുമ്പോഴാണ് പലപ്പോഴും വാർത്തകൾ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ വാർത്തയാവാതെ പോകുന്ന ഒന്ന്, ഈ മേഖലയിൽ കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന് മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? മണ്ണിന് മുകളിലുണ്ടാവുന്ന എന്ത് നട്ടുവെച്ചാലും അത് ആന വന്ന് നശിപ്പിക്കും. ആന നശിപ്പിക്കും, കുരങ്ങ് നശിപ്പിക്കും, മലയണ്ണ നശിപ്പിക്കും. ഇനി മണ്ണിനടിയിൽ എന്തെങ്കിലും കുഴിച്ചു വെക്കാന്ന് വിചാരിച്ചാൽ അത് കാട്ടുപന്നി വന്ന് അതും നശിപ്പിക്കും. അപ്പൊ അത്തരത്തില് കാർഷിക മേഖല, പ്രത്യേകിച്ച് മലയോര മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ നമ്മുടെ നാട് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ജനങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഉത്തരവാദിത്തം അത് നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് KCYM-ന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ജാഥ ഇവിടെ സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അങ്കമാലിയിലേക്ക് ഈ ജാഥയിൽ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ ജാഥ വളരെ വിജയകരമായി തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ സാധിക്കട്ടെ. നിങ്ങൾ തയ്യാറാക്കുന്ന, KCYM തയ്യാറാക്കുന്ന ഒരു വികസന രേഖ, അത് വരും നാളുകളിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ട് അത് കേരളത്തിലെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാനും കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും അത് കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.